അർദ്ധരാത്രിയോടെ കേളികൊട്ടും. രോഗശാന്തിയുടെയും സമൃദ്ധിയുടെയും കലാരൂപത്തിന്റെ തുടക്കം അങ്ങനെയാണ്. മറ്റ് കലാരൂപങ്ങളെ അപേക്ഷിച്ച് മുടിയേറ്റിന് ജനകീയത കൂടും. വടക്കൻ കേരളത്തിന് തെയ്യം പോലെ മധ്യ കേരളത്തിന്റെ അടയാളമാണ് മുടിയേറ്റ്. 1000-ലധികം തവണ കാളിവേഷങ്ങൾ അണിഞ്ഞ അനുഭവ സമ്പത്തോടെയാണ് കീഴിലെ ഉണ്ണികൃഷ്ണനും സംഘവും ഓരോ മുടിയേറ്റിനും മുഖത്തെഴുതുന്നത്. വസൂരി വരാതിരിക്കാൻ മുടിയേറ്റും, വന്നാൽ തീയാട്ടും എന്നാണ് പണ്ട് പറയുന്നത്. ശരിക്കും കാളിവേഷം എന്ന് പറയുന്നത് അഭിനയമല്ല, അത് ശരിക്കും നമ്മൾ ആ അകത്തുന്ന വിശ്വാസത്തിന്റെ ഭാഗമാണ്. തമിഴും മലയാളവും ഇടകലർന്നതാണ് ഭാഷാപ്രയോഗം. നിരന്തരം മാറുന്ന അഭിനയ ശൈലിയും. ധാരിക ധാനവേന്ദ്രന്മാരുമായുള്ള ഭദ്രകാളിയുടെ യുദ്ധമാണ് ഇതിവൃത്തമെന്ന് ചുരുക്കി പറയാം. ഹാസ്യ കഥാപാത്രമായി കളിവിളക്കിന് മുന്നിലെത്തുന്ന കൂളി കാണികളെയെല്ലാം മുടിയേറ്റിന്റെ ഭാഗമാക്കും. വലിപ്പച്ചെറുപ്പം ഇല്ലാതെ കാഴ്ചക്കാരെയെല്ലാം കളിയാക്കി വിടും. ചമയത്തിന്റെയും ആടയാഭരണങ്ങളുടെയും വർണ്ണങ്ങൾക്കപ്പുറം ഭക്തിയുടെ ആവിഷ്കാരമാണ് മുടിയേറ്റിലെമ്പാടും.